ഇനി നമ്മൾ സാഗറിലേക്ക് പോവുകയാണ്. സാഗർ ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സാഗർ, ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഇനി ചിലയിടത്ത് മണ്ണിടിച്ചിലും ചെറിയ ഉരുൾപൊട്ടലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലത്തെ സാഹചര്യം എന്താണ് സാഗർ ഇപ്പോൾ? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ ആരംഭിച്ച മഴ വ്യാപകമായ ഒരു നാശം തന്നെ വിതച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ജില്ലയുടെ മലയോര മേഖലയേക്കാൾ കൂടുതൽ ഇന്നലെ ലോ റേഞ്ച് മേഖലയിലാണ് മഴ കനത്ത നാശം വിതച്ചത്. പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രി കനത്ത മണ്ണിടിച്ചിൽ ഉണ്ടായത് മൂലം തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാത അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതുവഴിയുള്ള രാത്രി യാത്ര ഇന്നലെ ജില്ലാ കളക്ടർ നിരോധിച്ചിരുന്നു. ഈ വഴി വ്യാപകമായ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്നേ. ഇന്ന് രാവിലെയോടെ ഭാഗികമായി ഈ വഴി തുറന്നു കൊടുത്തെങ്കിലും പൂർണ്ണമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ ലോ റേഞ്ച് മേഖലയിലാണെങ്കിൽ പൂച്ചപ്ര ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിലും മറ്റ് നാശനഷ്ടങ്ങൾ, അതായത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഒലിച്ചുപോയതായും മറ്റും നാട്ടുകാർ, പ്രദേശവാസികൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ചാണ് ഈ അണക്കെട്ടിലെ ജലനിരപ്പുകൾ ഉയരുവാനുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് രാവിലെ വരെ മലങ്കര അണക്കെട്ടിന്റെ 4 ഷട്ടറുകളാണ് 1 മീറ്റർ വീതം വെള്ളം പുറത്തേക്ക് തുറന്നു വിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അല്പം മുമ്പ് അത് 5 ഷട്ടറുകൾ ഉയർത്തി 2 മീറ്റർ ജലം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ അണക്കെട്ടിലെ ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കുവാൻ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതയാണ് ജില്ലയിലുള്ളത്. ഇന്നിപ്പോ രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുവാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ ജില്ലാ കളക്ടർ, മന്ത്രി റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ളവർ എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും മറ്റും നേതൃത്വം നൽകിയത്. പലയിടത്തും വൈദ്യുതി ഉൾപ്പെടെ താറുമാറായിട്ടുണ്ട്. ഇതുവരെ അതൊന്നും പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നലെ പെയ്ത ഈ മഴ ജില്ലയിൽ വ്യാപകമായ ഒരു നാശം തന്നെയാണ് വിതച്ചിരിക്കുന്നത്. എന്തോ റൈറ്റ്, ഇടുക്കിയിൽ കൂടുതൽ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് മഴ. പലയിടങ്ങളിലും ചെറിയ ഉരുൾപൊട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുലർച്ചെ വരെ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം.